ഞാനെന്ന് കരഞ്ഞു നന്ദി വിടുന്നതിനോ ആ ബൈക്കില് കയറാനായി ആവശ്യം ഒത്തിരിയായി. പക്ഷെ ബൈക്കില്ല ഞാനെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബൈക്കിനെ എവിടെ പോകുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ കരഞ്ഞ് പിടിച്ച് എന്റെ കൂടെയൊന്നും ആരുമില്ലാതായി. ഞാനിപ്പോഴൊറ്റയ്ക്ക, എന്റെ കൂടെ ആരും വന്നിരുന്നില്ല. കൂട്ടുകാർക്കൊക്കെ ബൈക്കുണ്ട്, അവന്മാർ തരാനും പേടിയാണ്. എന്തൊക്കെയാണെങ്കിലും എനിക്കിപ്പോ കുഴപ്പമില്ല. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചു, ഞാൻ കാർ എടുക്കാൻ പോകുക. എന്റെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഞാൻ പറയാൻ ഞാൻ ദൈവമല്ല. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചു, കാർ ഡ്രിഫ്റ്റിക്കത് എടുക്കാൻ പഠിച്ചു. കാലത്തിന് ഒത്തിരി മാറ്റമുണ്ടായി, ഓരോരോ കാര്യങ്ങൾ കൺമുന്നിൽ വന്നു. ഞാൻ പോയ സ്ഥലങ്ങളെ മാറ്റി മറിച്ചു. വീഴാനും പോയി ഞാൻ വീണില്ല, അവിടെ ആരാണ് എന്റെ കൺമുന്നിൽ വന്നാലും എനിക്കിപ്പോ പറയാ കാര്യങ്ങൾ പലത. ജീവിതം എഴുതാൻ ഞാൻ പഠിച്ചു പോയി. ഞാൻ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പം 6-7 മാസങ്ങളോളമായി പഠിക്കാനായി മാത്രം. മറക്കാതെ പോയി ഞാൻ എന്തൊന്നും ചെയ്യുമ്പേ നാട്ടുകാരിട്ടെന്നെ കുട്ടിയിട്ട് ഇടിച്ചു. തല്ലങ്ങും വെല്ലങ്ങും കുട്ടിയിട്ട് ഇടിച്ചു. പ്രതികാരം തീർക്കാൻ ഞാൻ നാട്ടില് ബോംബിടാൻ തീരുമാനിച്ചു. UK ന്ന് 2 നമ്മാരെ പിടിച്ചോണ്ട് വന്നു ഞാൻ ബോംബിടാൻ തീരുമാനിച്ചു. നാട് ഞാൻ കത്തിക്കും, നാട് ഞാൻ കത്തിക്കും, നാട് ഞാൻ കത്തിക്കും, കത്തിച്ചേ പറ്റു. ഞാൻ മുട്ടിന് താഴേക്ക് വെടിവെച്ചാൽ മതി, തലയ്ക്ക് താഴേക്ക് വെടിവെച്ചാൽ മതി. പിടിച്ചെങ്കു വന്നിങ്ങടിക്കില് കെറ്റ്, കയ്യിലെ വെള്ളം മുറിച്ചെങ്കു മാറ്റ്. കെട്ടിയിട്ട് വിടായി കിളി എടുപ്പിച്ച് 1 മണിക്കൂറോളം. ഞാൻ പറഞ്ഞ പോലൊക്കെ നീ ഇന്ന് കേട്ടോണം. എല്ലാ കുടുംബത്തിൽ കയറിഞ്ഞ പല്ലും വെള്ളം ഒഴിക്കും. തുടച്ചു കളയാൻ നിനക്ക് പ്രയാസമാ.